ഈ വലിയ രീതിയിൽ സ്വർണം കടത്തുന്നു, അല്ലെങ്കിൽ ഒരു ദിവസത്തെ 1 കോടി രൂപ വരുമാനത്തിൽ നിന്നും ഒരു 20% വരെ കടത്തുന്നു, അത്തരത്തിലുള്ള ആരോപണങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സാധ്യത എങ്ങനെ അങ്ങ് കാണുന്നത്? അത് നമുക്ക് എങ്ങനെ തടയാൻ പറ്റും? സ്വർണ്ണമല്ല, രത്നം, റൂബി, എന്ത് വേണോ അവിടുന്ന് കടത്തും. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി, അദ്ദേഹത്തെ എനിക്ക് അറിഞ്ഞൂടാ, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കാര്യം കേട്ടപ്പോൾ എനിക്ക് ചിരിയാണ് വന്നത്. എന്താണെന്ന് വെച്ചാൽ കാലാകാലങ്ങളിലായി, ഇപ്പം എൻ്റെ പീരീഡിൽ, ഞാൻ പേര് മാറ്റി പറയാണ്, ഒരു അനിൽ സ്വാമി ഉണ്ടായിരുന്നു. ഞാൻ നോക്കുമ്പോൾ ഇയാൾ എപ്പോഴും അവിടെ കിടന്ന് കറങ്ങിയാണ്. ഞാൻ ആദ്യം വെച്ച് ശബരിമലയിലെ TDB ജീവനാണ്. പിന്നെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഇയാൾ ഒരിടത്തുമില്ല. പക്ഷേ അയാളുടെ താമസം സന്നിധാനത്താണ്. ആകെ സന്നിധാനത്ത് ചെറിയ സ്പേസാണ്, അവിടെ ഇയാൾ താമസമാണ്. ഇയാളാണ് മണി ലോണ്ടറർ. ഇയാളൊരു പോക്ക് പോകും, എനിക്ക് തോന്നുന്നു മാസത്തിലൊരിക്കലോ മാസത്തിൽ 2 പ്രാവശ്യം. അത് ഇയാൾ നോക്കും എല്ലാവരും. ഞാൻ അങ്ങോട്ട് പോയി, മറ്റുദ്യോഗസ്ഥന്മാരെങ്ങോട്ട്, അതായത് വെളിയിലുള്ള എല്ലാവരും മാറിക്കഴിയുമ്പോൾ ഇയാളൊരു പോക്ക് പോകും താഴോട്ട്. ഇയാൾ കൊല്ലത്തെ ഒരു ഇലക്ട്രിക്കൽ കോൺട്രാക്ടറാണ്. അപ്പോൾ ഇതേപോലെയുള്ള അവതാരങ്ങൾ എപ്പോഴും അവിടെ കാണും. ഈ ഉണ്ണികൃഷ്ണൻ ഇത്തരം ആൾക്കാരെ വയ്ക്കുന്നത് അല്ലെങ്കിൽ കൊണ്ടുവരുന്നതും വയ്ക്കുന്നതും ഒരു മാധ്യമമായിട്ട്, ഒരു മീഡിയമായിട്ട് നിലനിർത്തിക്കൊണ്ട് അവർ വഴി കറപ്ഷൻ അല്ലെങ്കിൽ അഴിമതി നടത്താൻ വേണ്ടിയാണ് എന്ന് അങ്ങ് വിശ്വസിക്കുന്നുണ്ടോ? ഡിഫറെൻറ്റ് മോഡൽസ് ഓഫ് ബ്രാൻഡ് ഓഫ് കറപ്ഷൻ്റെ ഒരു ഭാഗമാണ്. അതാണ് ഞാൻ പറഞ്ഞ കസ്റ്റംസോ അല്ലെങ്കിൽ എയർപോർട്ട് അതോറിറ്റിയേക്കാളും ഭയങ്കര എഫിഷ്യൻ്റായിട്ടാണ് ഇവർ കറപ്ഷൻ നടത്തുന്നത്. എന്ന് പറഞ്ഞാൽ ഇവരുടെ ബുദ്ധി എന്ന് പറഞ്ഞാൽ അതിഭയങ്കര ബുദ്ധിയാണ്. ഈ പലരും ഡൈങ് എന്ന് പറഞ്ഞ സ്ഥലം ജസ്റ്റ് 10ാം ക്ലാസ് പാസ്സായൊക്കെയാണ് അതിനകത്ത് കയറുന്നത്. പക്ഷേ ഇവർ ഈ TDB ജീവനക്കാർ ഉണ്ടാക്കുന്ന മെത്തേഡ്സ്, കറപ്ഷൻ മെത്തേഡ്സും, പിന്നെ അതിനെ കവർ ചെയ്യുന്നതും അതിനെ ലോണ്ടറി ചെയ്യുന്നതും, ഇന്ത്യയിൽ ഇങ്ങനെ വേറൊരു സ്ഥാപനം ഉണ്ടോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. ഇവർക്കുള്ള മിടുക്കുപോലെ അത് ഈ രാഷ്ട്രീയക്കാർക്ക് അറിയാം ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെന്ന്.